നടൻ ഷൈൻ ടോം ചാക്കോയുടെ ചോദ്യം ചെയ്യൽ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ആരംഭിച്ചിരിക്കുന്നു. 2 ACPമാരുടെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യലാണ്. 32 ചോദ്യങ്ങൾ ഉള്ള ഒരു ചോദ്യാവലിയാണ് പോലീസ് തയ്യാറാക്കി വെച്ചത്. എന്തിനാണ് കഴിഞ്ഞ ദിവസം ഇറങ്ങി ഓടിയത് ഡാൻസ് ഓഫ് പരിശോധനയ്ക്കിടെ എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ആ ദൃശ്യം പുറത്തുവിട്ടത് 24 ആയിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലുള്ള പോലീസിന്റെ ചോദ്യം ചെയ്യൽ. കൂടാതെ പോലീസ് സംശയിക്കുന്ന ചില ലഹരി ഇടപാടുകാരുണ്ട്. അവരുമായി ഷൈൻ ടോം ചാക്കോയ്ക്കുള്ള ബന്ധം എന്താണ്? കഴിഞ്ഞ ദിവസം തസ്ലീമ പുറത്തുവിട്ട പേരുകളിൽ ഷൈൻ ടോം ചാക്കോയുടെ പേരുണ്ടായിരുന്നു. അപ്പോൾ ആ തരത്തിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിക്കുക, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ പോലീസിന് ചോദിച്ചറിയേണ്ടതുണ്ട്. ഇതിനു മുൻപ് കുറ്റവിമുക്തനാക്കിയ ഒരു കേസ്, അതിൽ കോടതിയുടെ വലിയ വിമർശനം പോലീസ് ഏറ്റുവാങ്ങിയ സാഹചര്യത്തിൽ ഇക്കുറി കരുതലോടെ പോലീസ് ഇടപെടും എന്ന് നമുക്ക് കരുതാം. ലഹരിയുടെ ഒരു സാന്നിധ്യവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ചില തെളിവുകളുണ്ട്, തെളിവുകളല്ല ചില ആരോപണങ്ങളുണ്ട്, കൂടാതെ ചില വെളിപ്പെടുത്തലുകളുണ്ട്. പ്രതിയുടെ ഭാഗത്തു നിന്നൊക്കെ വെളിപ്പെടുത്തലുകൾ വന്ന സാഹചര്യത്തിൽ വളരെ പ്രധാനമാണ് എന്താണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് പറയാനുള്ളത് എന്ന്. മറ്റൊന്ന് നടിയുടെ പരാതിയാണ്. ആ നടി ലഹരി ഉപയോഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കൂടാതെ ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് പോലീസിൽ പരാതിയായി നൽകിയിട്ടില്ല എങ്കിൽ പോലും പോലീസിന് അതിൽ സ്വമേധയാ ഇടപെടാവുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ എന്താണെന്ന് പോലീസ് ചെയ്യാൻ പോകുന്നത്? ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ അത് തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ നോട്ടീസ് നൽകി വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്നാണ് ഞങ്ങളുടെ പ്രതിനിധികൾ നൽകുന്ന വിശദാംശം. ഇപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്യൽ എത്ര സമയം നീണ്ടുപോകും എന്ന് നമുക്കറിയില്ല. കൃത്യം 10 മണിക്കാണ് അദ്ദേഹം തൻ്റെ പിതാവിനും അഭിഭാഷകനുമൊപ്പം ഹാജരായത്. 3 മണിക്ക് എത്തുമെന്നുള്ളതായിരുന്നു പിതാവ് പറഞ്ഞത്. 10:30 ചോദ്യം ചെയ്യൽ തുടങ്ങുമെന്ന് പോലീസ് പറഞ്ഞു. എന്നാൽ നേരത്തെ തന്നെ 10 മണിക്ക് തന്നെ ഷൈൻ ടോം ചാക്കോ ഹാജരായ സാഹചര്യത്തിൽ നേരത്തെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഞങ്ങളുടെ പ്രതിനിധികൾ വിഷ്ണു സുരേഷും ശ്യാംകുമാറും തുടരുന്നുണ്ട്. ശ്യാംകുമാർ, എവിടെയായിരുന്നു ഷൈൻ ടോം ചാക്കോ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിച്ച് പറയാൻ പറ്റുമോ? അദ്ദേഹം തമിഴ്നാട്ടിലായിരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. എവിടെ നിന്നാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തിയതെന്ന് അറിയാമോ? കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ചപ്പോഴാണ് ഇയാളുടെ ലൊക്കേഷൻ പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിൽ ആദ്യം കാണിച്ചത്. പിന്നീട് അത് തമിഴ്നാട്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ലൊക്കേഷൻ കാണിക്കുകയും ചെയ്തു. ഇന്നലെ നോട്ടീസ് നൽകി 10 മണിക്ക് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഷൈൻ്റെ പിതാവ് പോലീസിനെ അറിയിച്ചത് മകൻ കുറച്ച് ദൂരത്താണ്, എത്താനുള്ള സമയം നൽകണം, 10 മണിക്ക് എത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ഷൈൻ ഇന്നലെ തന്നെ കേരളത്തിൽ എത്തിയിരുന്നു എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ കൃത്യമായി പറഞ്ഞ സമയത്തിനും അരമണിക്കൂർ മുൻപേ പോലീസ് സ്റ്റേഷനിലെത്തി ഷൈൻ ചോദ്യം ചെയ്യലിന് ഹാജരായത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഏതായാലും ഇന്ന് കേരളത്തിൽ ഉണ്ടായിരുന്ന ഷൈൻ അഭിഭാഷകനെ രാവിലെ ഇന്നലെ തന്നെ ഓൺലൈൻ മുഖേന അഭിഭാഷകനെ വീഡിയോ കോൾ മുഖേന കണ്ടിരുന്നു. പോലീസ് ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും, എത്രത്തോളം ചോദ്യം ചെയ്യൽ പോകാം, അങ്ങനെയെങ്കിൽ എന്തു മറുപടി നൽകണമെന്നുള്ളതിനൊക്കെ ഒരു പ്രിപ്പറേഷൻ എടുത്ത ശേഷമാണ് ഷൈൻ ടോം ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് അഭിഭാഷകനുമായി ഇവിടെ എത്തുമ്പോൾ, പിതാവുമായി എത്തുമ്പോൾ ഷൈൻ ഇന്നലെ തന്നെ കേരളത്തിൽ എത്തിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെ എത്തിയ ശേഷമാണ് തൃശ്ശൂരിലുണ്ടായിരുന്ന പിതാവിനെയും കൊച്ചിയിൽ നിന്ന് അഭിഭാഷകനെയും കൂട്ടിക്കൊണ്ട് എറണാകുളം നോർത്ത് സ്റ്റേഷനിലേക്ക് കൃത്യം 10 മണിക്ക് ഇവിടെ എത്തിയിരിക്കുന്നത്. ഏതായാലും 3 അഭിഭാഷകരെ ഷൈൻ ഇതിനകം ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അവർ നൽകിയ ഉപദേശം ഒരുപക്ഷെ ഇന്ന് എത്തിയില്ല എങ്കിലും പ്രത്യേകിച്ച് കുഴപ്പമില്ല എന്നുള്ളതാണ്. പക്ഷേ പോലീസ് പറഞ്ഞ ദിവസം എത്തിയില്ല എങ്കിൽ ഈ അന്വേഷണം നിലവിൽ ഒരു റിപ്പോർട്ടിൽ നിന്ന് മാത്രം നിൽക്കുന്നത്, പിന്നീട് അത് കേസായാൽ അത് കൂടുതൽ ബുദ്ധിമുട്ടാകും. പോലീസിന്റെ യഥാർത്ഥ സ്വഭാവം അറിയേണ്ടി വരുമെന്നുള്ള പേടിയുള്ളത് കൊണ്ട് തന്നെയാണ് ഷൈൻ ഇന്ന് ഒരു കേസിൽ പ്രതി അല്ലാതിരുന്നിട്ട് കൂടി ഇന്ന് കൃത്യസമയത്തിനും അരമണിക്കൂർ മുമ്പ് നേരത്തെ തന്നെ ഇവിടെ എത്തിയത്. ഏതായാലും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുമ്പോൾ പോലീസിന് അറിയേണ്ട ഒരുപിടി കാര്യങ്ങൾ, അത് ഷൈൻ മുൻപ് നടത്തിയ ഇടപെടലുകളും നിലവിൽ നടി നടത്തിയ ഒരു ഇടപെടൽ, അത് സിനിമാ സെറ്റിൽ വെച്ച് ലഹരി ഉപയോഗിച്ച ശേഷം വായിൽ നിന്ന് വെള്ളപ്പൊടി പുറത്തേക്ക് തുപ്പി എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ചോദ്യം ചെയ്യലിന് വേണ്ടി ചോദ്യം ചെയ്യലിന് വേണ്ടി അസിസ്റ്റന്റ് കമ്മീഷണർ നർക്കോട്ടിക് സെല്ലിന്റെ അസിസ്റ്റന്റ് കമ്മീഷണർ കൂടി എത്തിയിരിക്കുന്നു. ഇവരുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘമാണ് ഷൈൻ ടോം ചാക്കോയെ നേരത്തെ പരിശോധനയ്ക്ക് വേണ്ടി എത്തുകയും ഒന്നും പറയാതെ ഷൈൻ ടോം ചാക്കോ ഈ സംഘത്തെ കണ്ടപ്പോഴാണ് ഇറങ്ങി ഓടുകയും ചെയ്തത്. അദ്ദേഹം നിലവിൽ ഒന്നും സംസാരിക്കാതെ തന്നെ അകത്തേക്ക് കയറിയിരിക്കുന്നു. നിലവിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി എത്തിയിരിക്കുന്ന
രണ്ടാമത്തെ ഉദ്യോഗസ്ഥൻ ഉന്നത ഉദ്യോഗസ്ഥനാണ് അകത്തിപ്പോൾ ആ ദൃശ്യങ്ങളിൽ 2 അസിസ്റ്റന്റ് കമ്മീഷണർമാർ, ഒരു CI, ഈ അന്വേഷണ സംഘത്തിലെ ഡാൻസ് ഓഫിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന SI എന്നിവർ അകത്ത് ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യുന്നത് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഏതായാലും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നതിനിടെയാണ് നർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ അബ്ദുൾ സലാം കൂടി ഈ സംഭവ സ്ഥലത്തേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും കേസിൽ പോലീസ് ഒട്ടും വലിയ ജാഗ്രതയോടുകൂടി തന്നെ, വലിയ ഗൗരവത്തോടുകൂടി തന്നെ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായുള്ള ഷൈൻ ടോം ചാക്കോയുടെ ഹോട്ടലിൽ നിന്നുള്ള പേടിച്ചിറങ്ങിയ ഓട്ടത്തെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ട്രോളുകളിട്ട് പോലീസിനെ കളിയാക്കിയതുപോലെയല്ല പോലീസിന് മുന്നിൽ ഇരിക്കുന്നത് എന്നുള്ളത് ഇന്നെന്തായാലും ഷൈൻ ടോം ചാക്കോയ്ക്ക് ഉറപ്പിക്കാം. കാരണം 2 അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യലിനാണ് ഷൈൻ ടോം ചാക്കോ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോ റെക്കോർഡിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും 32 ചോദ്യങ്ങൾക്ക് ഷൈൻ ടോം ചാക്കോ മറുപടി നൽകേണ്ടതുണ്ട്. അതിൽ ഷൈൻ ടോം ചാക്കോ നൽകുന്ന ഉത്തരങ്ങൾക്ക് ഒരുപക്ഷെ അനുബന്ധ ചോദ്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകും. ഏതായാലും ഈ കേസ് വലിയ ജാഗ്രതയോടുകൂടി, വലിയ ഗൗരവത്തോടുകൂടി തന്നെ പോലീസ് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് സുവ്യക്തമാണ്. അതിന്റെ തെളിവാണ് ഈ കേസ് അന്വേഷിക്കുന്ന 2 ഉന്നത ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യുന്ന നടപടികളാണ് ഇപ്പോൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇപ്പോൾ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ട് 25 മിനിറ്റുകൾ പിന്നിട്ടിരിക്കുന്നു. ഈ ഷൈൻ ടോം ചാക്കോ കേസുമായി ബന്ധപ്പെട്ട് നൽകുന്ന മറുപടികൾ തന്നെയാകും ഈ കേസിൽ ഏറ്റവും നിർണായകമാകുക. അതാണ് അല്പസമയം മുൻപാണ് നർക്കോട്ടിക് ACP അബ്ദുൾ സലാം കൂടി ചോദ്യം ചെയ്യലിനായി അങ്ങോട്ടേക്ക് എത്തിയത്. മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിച്ചു, പക്ഷേ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. 2 ACPമാർ ഇതിനോടകം തന്നെ അതിനകത്ത് ചോദ്യം ചെയ്യൽ നടത്തുന്നുണ്ട്. നർക്കോട്ടിക് ACP അബ്ദുൾ സലാം കൂടി എത്തി. കൂടാതെ CI, SIമാരുടെയൊക്കെ ഒരു സംഘം അവിടെയുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ. ആ ചോദ്യം ചെയ്യൽ ഇപ്പോൾ ആരംഭിച്ചിട്ട് കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 32 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എങ്ങനെയാണ് ഷൈൻ ടോം ചാക്കോ ഇതിനോടൊക്കെ പ്രതികരിക്കുന്നത് എന്നത് നമുക്ക് അറിയില്ല. ഏതായാലും അദ്ദേഹം വളരെ സംയമനം പാലിച്ചുകൊണ്ട് തന്നെയാണ്, സാധാരണ രീതിയിൽ നമ്മൾ കാണുന്ന ഒരു ഷൈൻ ടോം ചാക്കോ അല്ല ഇന്നിപ്പോൾ കാണാൻ കഴിഞ്ഞത്. മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനൊന്നും പ്രതികരിക്കാതെ വളരെ ശാന്തനായി കടന്നു പോകുന്ന ഷൈൻ ടോം ചാക്കോയെയാണ് നമ്മൾ കണ്ടത്.